മനുഷ്യ ഉടലിനെയും മനസ്സിനെയും കാർന്നു തിന്നുന്ന ഭീകര സത്വമായി അപകടങ്ങളും രോഗങ്ങൾ കൊണ്ടുള്ള പരീക്ഷണങ്ങളും പലരുടെയും സന്തോഷങ്ങൾക്കും സ്വപ്നങ്ങൾക്കും മീതെ ഇരുളിന്റെ കരിമ്പടവുമായി നിൽക്കാറുണ്ട്. പലപ്പോഴും മനുഷ്യൻ അതിനു മുന്നിൽ പകച്ചു നിൽക്കാനേ സാധിക്കാറുള്ളൂ. ഒരിക്കലും ശിരസ് കുനിക്കാത്തവർ പോലും രോഗത്തിനു മുന്നിൽ നിസ്സഹായരാകുന്ന അവസ്ഥ. ചികിത്സാ ചിലവ് താങ്ങാനാകാതെ സമ്പാദ്യവും വീടും വിറ്റ് വാടക വീടുകളിലേക്ക് മാറേണ്ട സ്ഥിതിവിശേഷം. അത്തരത്തിൽ ശാരീരികമായും സാമ്പത്തികമായും തകർന്ന് പാതിജീവൻ കവർന്നെടുക്കപ്പെട്ട ആ മനുഷ്യരെ ചേർത്ത് നിർത്തി പുതുജീവൻ പകരുന്ന മഹത്തായ പ്രസ്ഥാനമാണ് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിന് സമീപം പ്രവർത്തിക്കുന്ന CH സെന്റർ. ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ കൂട്ടായ്മയായി വളർന്ന CH സെന്റർ അതിബൃഹത്തായ പദ്ധതികളാണ് ഇതിനോടകം പ്രാവർത്തികമാക്കിയത്. 2010 തളിപ്പറമ്പിലെ ഒരു വാടക കെട്ടിടത്തിൽ പരിമിതമായ സൗകര്യങ്ങളോടെ ആരംഭിച്ച ഈ ആതുരാലയം കേരളത്തിലെ ശ്രദ്ധേയമായ CH സെന്ററായി വളരുകയായിരുന്നു. ജനുവരി 2 പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ് ഈ CH സെന്ററിന് തറക്കല്ലിട്ടത്. 2015 ജൂൺ 1 സെന്ററിന്റെ ഉദ്ഘാടനം. മർഹൂം KV മുഹമ്മദ് കുഞ്ഞിമാസ്റ്ററാണ് സെന്ററിന്റെ സ്ഥാപക പ്രസിഡന്റ്. 96 സെന്റ് സ്ഥലത്ത് 30,000 ചതുരശ്ര അടിയിൽ പണിതുയർത്തിയ വിശാലമായ കെട്ടിടത്തിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയാണ് CH സെന്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് S. മുഹമ്മദ് പ്രസിഡന്റും അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ജനറൽ സെക്രട്ടറിയുമായ കരുത്തുറ്റ കമ്മിറ്റിയാണ് CH സെന്ററിനെ നിലവിൽ മുന്നോട്ട് നയിക്കുന്നത്. 42ഓളം ജീവനക്കാരുടെ കഠിന പ്രയത്നം കൊണ്ടാണ് ഈ സ്ഥാപനം ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഈ സ്ഥാപനം ആരംഭിച്ചത് 2010 തളിപ്പറമ്പിലുള്ള വാടക ബിൽഡിങ്ങിലാണ് ഞങ്ങളിതിൻ്റെ ആരംഭം കുറിച്ചത്. അതിനുശേഷം ഏമ്പേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് 96 സെന്റ് സ്ഥലം വാങ്ങി 30,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ബിൽഡിങ്ങിലേക്ക് ഞങ്ങളുടെ പ്രവർത്തനം പിന്നീട് മാറ്റി. ചാർജ് തീരുമ്പോൾ നിശ്ചലമാകുന്ന ഒരു മൊബൈൽ ഫോണിന്റെ അവസ്ഥ പോലെയാണ് ഒരു വൃക്കരോഗിയുടേത്. ഒരു ഡയാലിസിസ് കഴിഞ്ഞ് 72 മണിക്കൂറിനുള്ളിൽ വീണ്ടും ഡയാലിസിസ് നടത്തുവാൻ സാധിച്ചില്ലെങ്കിൽ ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു പോകുന്ന അവസ്ഥാസ്ഥിതിവിശേഷമാണ് ഉണ്ടാവുക. അത്തരത്തിലുള്ള വൃക്കരോഗികളുടെ ജീവശ്വാസം നിലനിർത്തുന്ന മഹത്തായൊരു പ്രസ്ഥാനം കൂടിയാണ് CH സെന്റർ. 27 ഡയാലിസിസ് മെഷീനുകളോടുകൂടി പ്രതിദിനം 54 വൃക്കരോഗികൾക്ക് പൂർണ്ണമായും സൗജന്യമായി ഡയാലിസിസ് ചെയ്തു വരുന്ന അത്യാധുനിക ഡയാലിസിസ് യൂണിറ്റ് CH സെന്ററിലുണ്ട്. ഞാനിപ്പോൾ 4 വർഷമായി ഇവിടെ ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഹത്തായിട്ടുള്ളൊരു നമ്മളൊക്കെ നിരാശരായിട്ടുള്ളവർക്കുള്ള ഒരു വളരെ നമ്മളെ കുടുംബം തന്നെ പരാരാബ്ദത്തിലായി പോകില്ലെങ്കിൽ സ്ഥാപനത്തിന് വേണ്ടി ചാരിറ്റബിളായിട്ട് സഹായം നൽകുന്ന എത്രയോ ആളുകളുടെ സഹായം ഇവിടെ ലഭിക്കുന്നുണ്ട്. ആ സഹായം ചെയ്യുന്ന ആളുകൾക്ക് സർവശക്തനായ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. സ്വപ്നസാഫല്യമായി ജനിക്കുന്ന കുഞ്ഞിന് ശാരീരികവും മാനസികവുമായ എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടെന്ന് തിരിച്ചറിയുന്ന നിമിഷം കുടുംബങ്ങളിലുണ്ടാവുന്ന വേദന അത്രമേൽ വലുതായിരിക്കുമല്ലോ. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ചികിത്സ, വിദ്യാഭ്യാസം, കല, തൊഴിൽ, നൈപുണ്യ, പുനരധിവാസ മേഖലയിൽ ഗവൺമെന്റ് അംഗീകാരത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ തെറാപ്പി സംവിധാനങ്ങളോടെയുള്ള CH മുഹമ്മദ് കോയ മെമ്മോറിയൽ മൾട്ടി സ്പെഷ്യാലിറ്റി റീഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഗവൺമെന്റ് അംഗീകാരമുള്ള ഏക റീഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്.
ഇപ്പോൾ അവൻ 4 തരം തെറാപ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒക്കുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, പിന്നെ സ്പീച്ച് തെറാപ്പി, IEP എന്ന് പറയുന്ന തെറാപ്പി. ഇപ്പം 1 വർഷവും ഒരാഴ്ചയും ആയിട്ടുണ്ട് ഞങ്ങളിവിടെ വന്ന് ഇവരെ സമീപിച്ചിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റും ഏറ്റവും നല്ല ടെൻഡർ ലവിങ് കെയറും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ഡയറക്ടറായ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിൽ ഗവൺമെന്റ് അംഗീകാരത്തോടെ CHMRI സ്പെഷ്യൽ സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ ബ്രദറാണ് ഇവിടെ പഠിക്കുന്നത്, ഫയാസ്. ആൾക്കൊരു ഇന്നലെ 22 ഇയേഴ്സ് ഓൾഡാണ്. നമ്മൾ ഒരു ആളെ 8 ഇയേഴ്സ് മുതൽ ഇത്രയും ഇയേഴ്സ് ആയിട്ട് നമ്മൾ പല സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇതുവരെ ആയിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് വിചാരിച്ചാൽ ആൾക്കാരായിട്ട് ഇടപഴകാൻ വേണ്ടി തുടങ്ങി. ആൾക്കാരിലേക്ക് പോകാൻ, ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ ജോയിൻ ചെയ്യാനും ഇൻക്ലൂഡ് ആവാനൊക്കെ തുടങ്ങി. പിന്നെന്ന് പറയാൻ വേണ്ടിയിട്ട് ആൾ ഒരുപാട് ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. ലബോറട്ടറി, CS സെന്റർ മെഡിക്കൽസ്, മിതമായ നിരക്കിൽ സേവനം നടത്തുന്ന 5 ആംബുലൻസുകൾ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റ്, മയ്യത്ത് പരിപാലന കേന്ദ്രം, വളണ്ടിയറിംഗ്, രക്തദാന സേന, പരിയാരം മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണ വിതരണ പദ്ധതി, സൗജന്യ മരുന്ന് വിതരണം, മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണം തുടങ്ങിയ പദ്ധതികളും CS സെന്ററിന് കീഴിൽ നടന്നുവരുന്നു. 15ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനം സമൂഹത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു സംവിധാനത്തിനു കൂടി തുടക്കം കുറിക്കുകയാണ്. അപകടങ്ങളിലൂടെയും മറ്റും നാഡീഞരമ്പുകൾക്ക് സംഭവിക്കുന്ന ക്ഷതം, മസ്തിഷ്കാഘാതം, സ്ട്രോക്ക് തുടങ്ങിയ രോഗങ്ങളാൽ കിടപ്പ് രോഗികളായി കഴിയേണ്ടിവരുന്ന നിരവധി പേരാണ് നമുക്കിടയിലുള്ളത്. ആവശ്യമായിട്ടുള്ള പരിചരണവും ചികിത്സയും ലഭ്യമാകാതെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇവർക്ക് ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ ന്യൂറോ റീഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ വിപുലമായ സൗകര്യങ്ങളോടെ ഒരു സെന്റർ തുടങ്ങാൻ CS സെന്റർ തീരുമാനിച്ചിരിക്കുകയാണ്. CS സെന്ററിന്റെ 15ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ സ്ഥാപനം നാടിന് സമർപ്പിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. സമൂഹത്തിലെ ഉദാരമതികളായിട്ടുള്ള ആളുകളുടെ നിശ്ചയമായിട്ടുള്ള പിന്തുണയും സഹായവും കൊണ്ടാണ് എല്ലാ CH സെന്ററുകളും പ്രവർത്തിച്ച് വരുന്നത്. പ്രവാസ ലോകത്ത് എല്ലാ വിദേശ രാജ്യങ്ങളിലും CH സെന്ററുകൾക്ക് സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ചാപ്റ്ററുകളുണ്ട്. പരിയാരം CH സെന്ററിനും എല്ലാ വിദേശ രാജ്യങ്ങളിലും ആ വിധത്തിലുള്ള ചാപ്റ്ററുകൾ പ്രവർത്തിച്ച് വരുന്നുണ്ട്. അവിടെ നിന്നൊക്കെ പരിശുദ്ധ റമദാനിലും അല്ലാതെയൊക്കെ ലഭ്യമാകുന്ന വലിയ സഹായ സഹകരണങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ തളിപ്പറമ്പ് CH സെന്റർ അള്ളാഹുവിൻ്റെ അപാരമായിട്ടുള്ള അനുഗ്രഹത്താൽ 15ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നൂതനമായിട്ടുള്ള ചില പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഒട്ടേറെ നിത്യരോഗികളായ സാധാരണക്കാരുടെയും മാരകരോഗങ്ങളുടെയും അപകടങ്ങളുടെയും എല്ലാം ഫലമായി പാതിവഴിയിൽ ജീവൻ പൊലിഞ്ഞു പോകുന്ന സഹോദരീ സഹോദരന്മാരുടെയും ആശ്രിതരുടെയും ഭിന്നശേഷിക്കാരായ നൂറുകണക്കിന് കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും അത്താണിയായ CH സെന്ററിനെ കാത്തു സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഈ മഹത്തായ സ്ഥാപനത്തിന്റെ സദുദ്ദേശവും പ്രവർത്തന രീതികളും മനസ്സിലാക്കി ലോകമെമ്പാടുമുള്ള മനുഷ്യസ്നേഹികൾ നൽകുന്ന സംഭാവനകളാണ് CH സെന്ററിനെ നിലനിർത്തുന്നത്. രോഗാവസ്ഥകളുടെ കാണാക്കയങ്ങളിൽ ആണ്ടുപോയ ഇവർക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള വിലയേറിയ സംഭാവനകൾ നൽകി തുടർന്നും ആത്മാർത്ഥമായി കൂടെ നിൽക്കുക. നമുക്കെല്ലാവർക്കും ചേർന്ന് ഇവർക്ക് പ്രതീക്ഷയുടെ വെളിച്ചമേകാം.